ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു വരികയാണ്. ഇന്നലെ 12-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. 12-ാം അധ്യായത്തിൽ പ്രസവിച്ച സ്ത്രീയുടെ ശുദ്ധീകരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു. 13-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനിൽ ത്വക്ക് രോഗം വന്നാൽ അവൻ അതെന്ത് ചെയ്യണം, ആ രോഗം എങ്ങനെ നിർണ്ണയിക്കണം, അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ വായിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൻ്റെ മൊത്തത്തിലുള്ളതായ പ്രമേയം നമുക്കറിയാം. ശുദ്ധവും അശുദ്ധവുമായുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധിയായും ആരോഗ്യമായും ഒരു വിശ്വാസിക്ക് ജീവിക്കുവാൻ സാധിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. ഇവിടെ പറയുന്ന ഒരു മനുഷ്യൻ്റെ മേൽ ഒരു അവൻ്റെ ത്വക്കിന്മേൽ തിണർപ്പോ ചുണുങ്ങോ ഒരു വെളുത്ത പാടോ കണ്ടാൽ അവൻ പുരോഹിതൻ്റെ അടുത്ത് ചെല്ലണം. പുരോഹിതൻ അവനെ പരിശോധിക്കണം. പുരോഹിതനായ അഹറോൻ്റെയോ അഹറോൻ്റെ മക്കളായ പുരോഹിതന്മാരുടെയോ അടുത്ത് ചെന്നിട്ട് അവർ അവനെ പരിശോധിക്കണം. ഇസ്രായേൽ ജനം മരുഭൂമി യാത്ര നടത്തുന്നവരാണ്. മരുഭൂമി യാത്രയിൽ ത്വക്ക് രോഗങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശക്തമായ ചൂട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള രോഗങ്ങൾ വരിക, ഈ കുഷ്ഠരോഗം പോലുള്ള രോഗം അത് പകരുന്നതാണ്. അങ്ങനെ രോഗം ഉണ്ടെങ്കിൽ അവൻ പാളയത്തിന് പുറത്തു പോകണം. കാരണം അവിടെ ഇസ്രായേൽ ജനം ഒന്നിച്ച് താമസിക്കുകയും ഒന്നിച്ച് യാത്ര ചെയ്യുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെയുള്ളവരുടെ ഇടയിൽ ഒരാൾക്ക് രോഗം വന്നാൽ മറ്റുള്ളവരെ എല്ലാവരെയും അത് ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇവിടെ അവനെ പരിശോധിക്കേണ്ടത് ഒരു പുരോഹിതനാണ്. പുരോഹിതൻ സൂക്ഷ്മമായി അവനെ പരിശോധിക്കണം. ഒരുവൻ്റെ ശരീരത്തിൽ അങ്ങനെ രോഗമുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ 7 ദിവസം അവനെ മാറ്റിപ്പാർപ്പിക്കണം. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും അവനെ പരിശോധിക്കണം. എന്നിട്ട് രോഗമുണ്ടെങ്കിൽ അവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ആ 7 ദിവസം കഴിഞ്ഞത് കുഷ്ഠരോഗമല്ല എന്ന് ബോധ്യമായാൽ അവനെ വീണ്ടും പാളയത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മളിതൊക്കെ വായിക്കുമ്പോൾ ഇന്ന് പുതിയ നിയമത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ പുറത്തല്ല നമുക്ക് കുഷ്ഠരോഗം, നമ്മുടെ ഉള്ളിലാണ്, മനസ്സിൻ്റെ ഉള്ളിലാണ്. അതാണ് പാപമെന്ന് പറയുന്നത്. ഒരു കുഷ്ഠരോഗത്തിന് സമമാണ്. ആ പാപമാകുന്ന രോഗവുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ ഈ വിഷയത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുവാൻ. അങ്ങനെ ഒരുവനിൽ പാപം സംഭവിച്ചുവെങ്കിൽ, അവന് ബോധ്യമുണ്ടെങ്കിൽ അവൻ വരേണ്ടത് പുരോഹിതൻ്റെ അടുത്താണ്. അതിനാണ് സഭയിൽ കുമ്പസാരം എന്ന കൂദാശ ഏർപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം കർത്താവ് സ്ത്രീഹന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ പിതാവിനെ അയക്കുന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ പിതാവിനെ അയക്കുന്ന പോലെ അയക്കുന്നു പറഞ്ഞ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപം മോചിക്കാതിരിക്കുന്നുവോ അത് മോചിക്കപ്പെടാതെ അത് നിർത്തിയിരിക്കും. അപ്പോൾ പാപമോചനത്തിലുള്ള അധികാരം ദൈവത്തിന് മാത്രമാണ്. കർത്താവിനുണ്ടായിരുന്ന അധികാരം കർത്താവ് സ്ത്രീഹന്മാർക്ക് അവിടെ കൈമാറുകയാണ്. ആ പാപമോചന അധികാരം ഉപയോഗിച്ചാണ് ഒരു പുരോഹിതൻ സഭയിൽ പാപമോചനം നൽകുന്നത്. അല്ലാതെ ഒരു പുരോഹിതൻ്റെയും പേഴ്സണൽ കപ്പാസിറ്റിയിൽ നിന്നല്ല. അപ്പോൾ അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവൻ പുരോഹിതൻ്റെ അടുത്ത് വരണം. അവൻ്റെ പാപങ്ങൾ ഏറ്റുപറയണം. അപ്പോൾ പുരോഹിതന് അവൻ്റെ പാപങ്ങളൊക്കെ കേട്ടതിന് ശേഷം അവന് ചില മാർഗനിർദ്ദേശങ്ങൾ അവന് നൽകും. ഇനി പാപം ചെയ്യാതിരിക്കാനുള്ള ഉപദേശങ്ങൾ അവന് നൽകും. അല്ലെങ്കിൽ ചെയ്തു പോയ പാപത്തിനുള്ള പ്രായശ്ചിത്തം അവൻ എന്ത് ചെയ്യണോ, ഉപവസിക്കണോ, പ്രാർത്ഥിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന് അവിടെ പറഞ്ഞു കൊടുക്കും. പുരോഹിതൻ അവൻ്റെ മേലൊരു ശ്രദ്ധയുണ്ട്. എങ്ങനെയെങ്കിലും അവനെ സഭയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പഴയ നിയമത്തിലും പുരോഹിതൻ്റെ ലക്ഷ്യം ഇങ്ങനെ രോഗലക്ഷണം കണ്ടാൽ അവനെ പുറത്താക്കുക എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും അവനെ വീണ്ടും പാളയത്തിനുള്ളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി വീണ്ടും വീണ്ടും അവനെ പരിശോധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ പുരോഹിതൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും ഒക്കെ അവൻ്റെ രോഗം പൂർണ്ണമായും മാറണമെന്നാണ്.
പുതിയ നിയമത്തിലും പൗരോഹിത്യത്തിൻ്റെ ലക്ഷ്യവും ആഗ്രഹവും ഒക്കെ മറ്റുള്ളവർ പാപം വിട്ട് നീതിയിൽ ജീവിക്കണമെന്നുള്ള വലിയ ആഗ്രഹമാണ്, അഥവാ അങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അവനെ പെട്ടെന്ന് പുറത്താക്കാൻ പാടില്ല, ശരിക്ക് പരിശോധിക്കണം. അതുകൊണ്ട് പൗലോസ്ലീഹാ നല്ല ലേഖനത്തിൽ പറഞ്ഞല്ലോ, ഒരുവൻ്റെ മേലൊരു കുറ്റം ഒരു വിശ്വാസിയുടെ മേൽ ആരോപിച്ചാൽ 2-3 സാക്ഷികൾ മുഖാന്തരമല്ലാതെ അതിന് തീർപ്പ് കൽപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞ് അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ സഭയുടെ മൂപ്പന്മാരുടെ അടുത്ത് അവനെ കൊണ്ടുവരണം. അങ്ങനെ അവിടെയും അവൻ അത് കേൾക്കുന്നില്ലെങ്കിൽ മാത്രമേ അവനെ ശിക്ഷിക്കുവാനായിട്ട് അവകാശമുള്ളൂ, അവനെ പുറത്താക്കുവാൻ അവകാശമുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം നമ്മുടെ കർത്താവ് പറഞ്ഞു, സഹോദരൻ പഴിച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. സഹോദരൻ പഴിച്ചാൽ അവനെ ശാസിക്കണം, അവനെ തിരുത്തണം, അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കണം. കാരണം ആരാണ് സഹോദരൻ? എൻ്റെ കൺമുമ്പിലുള്ളവരൊക്കെ എൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. ആ രീതിയിൽ ആരെ തെറ്റ് ചെയ്താലും അവരെ ശാസിക്കാനും അവരെ തിരുത്താനുമുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ടൊരു പുരോഗതിനെ പെട്ടെന്ന് ഒരുവനെ വിധിക്കുവാൻ അവകാശമില്ല. സസൂക്ഷ്മം സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ അവനെ വിധിക്കുവാൻ അവകാശമുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരു നിരപരാധിയായ മനുഷ്യനെ ശിക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും. അതുകൊണ്ടാണ് രോഗം ശരിക്കും അവനുണ്ട് എന്ന് ബോധ്യമായതിന് ശേഷം മാത്രമേ അവനെ ആ ശിക്ഷയ്ക്ക് വിധിക്കാവൂ. ഇല്ലെങ്കിൽ അത് അവനോട് കാണിക്കുന്ന അനീതിയാണ്. കാരണം ദൈവം എപ്പോഴും നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവനാണ്. ഇപ്പോൾ കുഷ്ഠരോഗിയെ ആരോഗ്യത്തോടെ പാളയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പുരോഗതിൻ്റെ ലക്ഷ്യം. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും അവനെ പരിശോധിക്കണം. രോഗം മാറിയാൽ അവന് പാളയത്തിൽ വരാം. മറ്റുള്ളവരുടെ അവന് അമിത് വസിക്കാം. അല്ല, അവന് രോഗം നിർണയിക്കപ്പെട്ടാൽ അവനെ പുറത്താക്കുന്നത് മറ്റുള്ളവരുടെ സുരക്ഷയെ പ്രതിയാണ്. നമ്മൾ പറയാറില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം. അപ്പോൾ അങ്ങനെ പാപം ചെയ്യുന്നൊരു വ്യക്തിയോടാണ് നമ്മൾ സഹകരിച്ച് എപ്പോഴും നമ്മൾ ജീവിച്ചാൽ അവൻ്റെ പ്രേരണ മുഖാന്തരം അല്ലെങ്കിൽ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനും പാപം ചെയ്യുവാനുള്ള ഒരു പ്രവണതയിലേക്ക് നമുക്ക് ഉണ്ടാകുവാൻ സാധ്യതയുമുണ്ട്. അപ്പം അതുകൊണ്ട് ഓരോ സഭയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഓരോ വിശ്വാസികളെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം അതായിരിക്കണം. പിന്നെ 12-13 വാക്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അതിശയം തോന്നുന്നത്. അവിടെ എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ്റെ ശരീരം മുഴുവൻ കുഷ്ഠരോഗമായാൽ, മുഴുവൻ വെളുത്താൽ അവൻ ശുദ്ധിയുള്ളവനാണ്. എന്നാൽ അവൻ്റെ ശരീരത്തിലെ കുറച്ചു ഭാഗം വെളുത്തും കുറച്ചു ഭാഗം സാധാരണ മാംസവും പോലെയായിരുന്നാൽ അവൻ അശുദ്ധനാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ശരീരം മുഴുവൻ കുഷ്ഠരോഗം ആണെന്ന് ഉള്ളവന് അവനറിയാൻ ഞാൻ പൂർണ്ണമായും കുഷ്ഠരോഗിയാണ്. മറ്റവനറിയാൻ ഞാൻ പൂർണ്ണമായും കുഷ്ഠരോഗിയല്ല, പകുതി എനിക്ക് നല്ല ശരീരമുണ്ട്, പകുതി എനിക്ക് രോഗമുള്ള ശരീരമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, അവന് ശുദ്ധനാകുന്ന, മുഴുവൻ കുഷ്ഠരോഗം ബാധിച്ചവന് ശുദ്ധനാകുന്ന എന്തെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മാനസാന്തരത്തിൻ്റെ അനുഭവമാണ്. അതായത് ഒരുവൻ പറയുന്നു, എന്നിൽ ഒരു നന്മയുമില്ല, ഞാൻ പൂർണ്ണമായും തെറ്റിപ്പോയി, എന്നിൽ തിന്മ മാത്രമേ ഉള്ളൂ എന്നൊരുവൻ സമ്മതിക്കുന്നതാണ് മുഴുവൻ കുഷ്ഠരോഗം വന്ന അവസ്ഥ. അവൻ പെട്ടെന്ന് സൗഖ്യമാകാൻ സാധ്യത കൂടുതലാണ്. അവൻ മാനസാന്തരപ്പെടും, അവൻ്റെ തെറ്റുകളെ ഏറ്റുപറയും. എന്നാൽ ഞാൻ അത്ര പാപിയല്ല, കുറച്ചൊക്കെ പാപം എന്നിലുണ്ടെങ്കിലും ഒരുപാട് നന്മ എന്നിലുണ്ട് എന്ന് ഉള്ളുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ കുഷ്ഠരോഗികൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത് ഓർക്കുക. ശാസ്ത്രി പരീശന്മാരുടെ കർത്താവ് പറഞ്ഞു, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് മുൻപേ ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും സ്വർഗരാജ്യം അവകാശമാക്കും. കാരണം യോഹന്നാൻ നീതിമാർഗം ഓതി വന്നു, അവർ അവനിൽ വിശ്വസിച്ചു, അവരുടെ പാപം ഏറ്റുപറയാൻ അവർ തയ്യാറായി.
നിങ്ങളോ യോഹന്നാനെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, ഞാൻ വന്നു മനുഷ്യപുത്രനെയും നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. അപ്പം നിങ്ങളുടെ പാപം നിലനിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിതിൽ ഏതാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. പലപ്പോഴും ആ ശാസ്ത്രീയ പരീക്ഷന്മാരെ പോലെ പകുതി ന്യായീകരണവും പകുതി കുറ്റബോധവുമായി നമ്മൾ നടക്കുന്നവരല്ലേ. അവൻ എന്നും കുഷ്ഠരോഗിയാണ്. എന്നാൽ ഞാൻ പൂർണ്ണമായി ഞാൻ തെറ്റിപ്പോയി എന്നുള്ള ബോധ്യം നമുക്ക്. ഇതാണ് ആ ധൂർത്തുപുത്രൻ അപ്പൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞത്. അപ്പ നിൻ്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് നിൻ്റെ കൂലിക്കാരൊരാളായിട്ട് മാത്രം നീ എന്നെ പരിഗണിച്ചാൽ മതി. അവനറിയാം അപ്പൻ്റെ സകല സമ്പത്തും നശിപ്പിച്ച് അപ്പനെ ഒരുപാട് വേദനിപ്പിച്ചവനാണ്. അവൻ്റെ മാനസാന്തരം യഥാർത്ഥമാണ്. അപ്രകാരമുള്ളൊരു മാനസാന്തരമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ പകുതി ന്യായീകരണവുമായി നമ്മൾ നടന്നാൽ നമ്മൾ ആ കുഷ്ഠരോഗിക്ക് തുല്യരാണ്. അപ്പം അതിന് വ്യത്യസ്തമായി നമുക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവിനെ വിധേയമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ടല്ലോ, ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്തുക പ്രയാസമാണ്. നമ്മളെപ്പോഴും ഉറക്കം നടിക്കുന്നവരെ പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു മനോഭാവം മാറിയിട്ട് ദൈവസ്ഥനിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച്, ദൈവമേ, പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഞാൻ പാപികളിൽ ഒന്നാമനാണ് എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്താൽ വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതായ പൗലോസ്ലീഹയ്ക്ക് അത് സാധിച്ചെങ്കിൽ നമുക്കത് പറയാൻ പറ്റണം. അപ്പോഴാണ് നമ്മുടെ പാപം, നമ്മുടെ കുഷ്ഠരോഗം പൂർണ്ണമായി മാറ്റപ്പെടുന്നത്. അതിന് ദൈവത്തിൻ്റെ വചനം അതിന് നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. എല്ലാവരും ഇന്ന് ഈ വേദഭാഗം വായിച്ച് നമ്മുടെ പാപങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്ത് പഠിക്കുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.